ഹായ്, ഏവർക്കും +1 ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന NCERT ടെക്സ്റ്റ് ബുക്കിലെ 13ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാത്തമെറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് കാൽക്കുലസ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചാപ്റ്റർ പഠിച്ചാൽ രണ്ടുണ്ട് നേട്ടം. ഒന്ന്, +1 മാർക്ക് സ്കോർ ചെയ്യാം. രണ്ട്, +2 മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ ബോണസ് ആയിട്ടുള്ള ഒരു കാര്യം, ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഇത് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. തീർച്ചയായിട്ടും പഠിച്ചേ പറ്റൂ. കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? സോ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. എന്താണ് ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, ലെറ്റ് f of x be any function of x when x tending to a, f of x tending to L, a constant, is called limit of f of x. x a പോകുമ്പോൾ f of x വേറൊരു കോൺസ്റ്റന്റിലേക്ക് ടെൻഡ് ചെയ്യും. That constant is called limit of the function. It is denoted as LIM, limit x tending to a. സഫിക്സിനാണ്, ചുവട്ടിലാണ് എഴുതേണ്ടത് കേട്ടോ. f of x ഈക്വൽ ടു എന്തെന്നാ പറഞ്ഞ L. അപ്പോൾ ലിമിറ്റ് x tending to a, f of x ഈക്വൽ ടു L എന്ന് പറയുന്നത് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, വീണ്ടും ഒരു ചെറിയ കാര്യം കൂടെ. എന്താണ് x tending to a എന്ന് പറഞ്ഞാൽ? അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു നമ്പർ എടുത്ത് പറയുന്നതായിരിക്കും എളുപ്പം. When x tending to 2 means x is very closer to 2 but not equal to 2. എന്താണ് x tending to 2 എന്ന് പറഞ്ഞാൽ? 2ന്റെ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, പക്ഷെ എന്തല്ല, 2 അല്ല. x നോട്ട് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ അത് ഞാനൊരു നമ്പറിനായി മാർക്ക് ചെയ്താൽ, ഇപ്പൊ ഇതാണ് 2 എന്ന് പറഞ്ഞോ. അപ്പൊ 2ന് വളരെ ക്ലോസ് ആയിട്ടുള്ള പോയിന്റ് ആരാണ്? ലെഫ്റ്റിൽ ഒരു പോയിന്റ് ഉണ്ടല്ലേ, 2ന്റെ ഇടതുവശത്ത് വളരെ ചേർന്ന് നിൽക്കുന്ന ആരാണ്? 1.9999 എന്ന് ഇഷ്ടംപോലെ പറയാം. ചേർന്ന് നിൽക്കും. തൊട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കും. തൊടുവോ? തൊടാൻ പാടില്ല. സാമൂഹിക അകലം പാലിക്കണം. ശരിയല്ലേ? സോ ലെഫ്റ്റിൽ വരുന്ന പോയിന്റ് എന്താണ്? 1.9999 അല്ലേ, വളരെ നിയറസ്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ ഒരാളിവിടെ ഉണ്ട്, വലതുവശത്തും രണ്ടിനോട് ചേർന്ന് ഒരാൾ നിൽക്കുന്നില്ലേ, റൈറ്റ് സൈഡിൽ ഒരാളുണ്ട്. ദാറ്റ് ഈസ് എന്താണ്? 2.0001 എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ. അപ്പൊ ലെഫ്റ്റിൽ വളരെ ക്ലോസ് ആയിട്ട് ടെൻഡിങ് ടു മീൻസ് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ലെഫ്റ്റിൽ രണ്ടിനോട് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റും ആകാം, റൈറ്റിൽ എക്സിനോട് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റും ആകാം. അപ്പോൾ ഈ പോയിന്റ് f of x കൊടുക്കുമ്പോൾ കിട്ടുന്നതിനെ നമ്മൾ പറയുന്നത് ലെഫ്റ്റ് ലിമിറ്റ് എന്നാണ് പറയുന്നത്. ഈ പോയിന്റ് f of x കൊടുക്കുമ്പോൾ കിട്ടുന്നത് എന്ത് പറയും? റൈറ്റ് ലിമിറ്റ്. ഈ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ, രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയും. എന്താണ്? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത് 2 എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്താണ്. അതിന്റെ ലെഫ്റ്റ് ലിമിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 മൈനസ് 2 ഇട്ടിട്ട് മേളിൽ മൈനസ് f of x ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 പ്ലസ് റൈറ്റ് ലിമിറ്റിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് f of x. ഇത് രണ്ടും ഈക്വൽ ആയാൽ there will be limit exist at x equal to 2. ലിമിറ്റ് x tending to 2 f of x ഉണ്ടെന്ന് പറയാം. അതെന്ത് തന്നെ ആയിരിക്കും? ഈ കിട്ടുന്ന വാല്യൂ തന്നെ ആയിരിക്കും. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ ഇപ്പൊ ടെൻഡിങ് ടു 2 പറഞ്ഞു. അപ്പോൾ a എന്ന പോയിന്റിൽ പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് x tending to a minus f of x, ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്, റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതാണ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. സംഗതി പിടികിട്ടി കാണും. ഒരുപാട് പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ്. ലിമിറ്റ്സിന്റെ ഓൾജിബ്രയെ കുറിച്ചാണ്. വളരെ സിമ്പിൾ ആണ്, ചില ഓപ്പറേഷൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ലെറ്റ് f of x and g of x are two functions and their limit exists at x equal to a, then limit x tending to a f of x plus g of x equal to limit x tending to a f of x plus limit x tending to a g of x. സം ഓഫ് 2 ഫംഗ്ഷന്റെ ലിമിറ്റ് കാണുമ്പോൾ ആ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓരോ ഫംഗ്ഷന് സെപ്പറേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യാം.
സമ്മ് വന്നാൽ ഡിഫറൻസിനും ആ റിസൾട്ട് ട്രൂ ആണ്. സോ ഇവിടെ ഞാൻ എന്ത് കൊടുക്കുന്നു? പ്ലസ് ഓർ മൈനസ്. അതായത് ഓരോ ഫംഗ്ഷനും പ്ലസും മൈനസും എന്നാൽ ഇടയ്ക്ക് സ്പ്ലിറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കാം. വെരി സിമ്പിൾ. സിമിലർലി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു ഈ ലിമിറ്റ് ഈ ഫംഗ്ഷനും കൊടുക്കാം ഈ ഫംഗ്ഷനും കൊടുക്കാം. പ്രോഡക്റ്റ് വന്നാൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ ജി ഓഫ് എക്സ്. സെയിം റിസൾട്ട് ഫോർ ക്വോഷ്യന്റ് റൂൾ ആൾസോ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു ഈ ലിമിറ്റ് ന്യൂമറേറ്ററിലും കൊടുക്കാം ഡിനോമിനേറ്ററിലും കൊടുക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ ജി ഓഫ് എക്സ് വേർ ജി ഓഫ് എക്സ് cannot be 0 എന്നൊക്കെ ഉണ്ട്, അതവിടെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് വേർ കെ ഇസ് എ കോൺസ്റ്റന്റ്. എക്സ്റ്റെൻഡിങ് ടു എ, ഇവിടെ എക്സ് ആണ് എയിലേക്ക് പോകുന്നത്, അവിടെ കെക്ക് യാതൊരു റോളും ഇല്ല, അവനെ ചവിട്ടി പുറത്താക്കുക. കെ എന്ത് ചെയ്യാം? ലിമിറ്റിനകത്ത് നിന്ന് പുറത്തെടുക്കാം. സോ കെ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ലാസ്റ്റ് പ്രോപ്പർട്ടി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ കെ ഈക്വൽ ടു കെ. എന്തുകൊണ്ട്? എക്സ് ആണ് എയിലേക്ക് പോകുന്നത്, അവിടെ കെക്ക് യാതൊരു റോളും ഇല്ല, അപ്പൊ അവിടെ എക്സിന് യാതൊരു ഇമ്പാക്റ്റും ഇല്ല. സോ എന്താണ്? ആ കോൺസ്റ്റന്റ് എഴുതാം. കോൺസ്റ്റന്റ് മാത്രം വന്നാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എന്ത് വന്നാലും ആ കോൺസ്റ്റന്റ് ആയിരിക്കും ആൻസർ. ഇത് ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സിൽ വരുന്നതാണ്. അവസാനത്തെ ഒരു സ്പെഷ്യൽ കേസ് ആണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിമിറ്റ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആൻഡ് റാഷണൽ ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ലെറ്റ് എഫ് ഓഫ് എക്സ് ബി a polynomial function, then limit extending to a f of x എന്ന് പറഞ്ഞാൽ f of x ഒരു polynomial function ആണെങ്കിൽ x tending to a f of x എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ത് കണ്ടാൽ മതി? f of a കണ്ടാൽ മതി. x ന് എന്ത് കൊടുത്താൽ മതി? ആ ഫംഗ്ഷനിൽ a കൊടുത്താൽ മതി. ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണെങ്കിലും സെയിം റൂൾ തന്നെയാണ്. റാഷണൽ ഫംഗ്ഷൻ എന്താണ്? ഒരു ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന ഫോമിൽ എഴുതുകയാണെങ്കിൽ വേർ ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയും. ഇവിടെയും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് കാണാൻ പറഞ്ഞാൽ എക്സിന് ജസ്റ്റ് നിങ്ങൾ എ കൊടുക്കുക. എഫ് ഓഫ് എ ബൈ എന്തായിരിക്കും? ജി ഓഫ് എ ആയിരിക്കും ആൻസർ. ഒരു പ്രശ്നമുണ്ട്, എഫ് ഓഫ് എയും ജി ഓഫ് എയും ഒരേ സമയം 0 ആകാൻ പാടില്ല. അതായത് ഇതും 0 എന്നാൽ എന്ത് വരും? 0/0 എന്ന് വരും, വിച്ച് ഈസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. കൺഫ്യൂഷൻ ആയിരുന്നു. നോട്ട് ഡിഫൈൻഡ് അല്ല, ഞാൻ എന്താ പറഞ്ഞേ? ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഇതുപോലെ വേറൊരു ഫോം പറയാൻ പറ്റുമോ? ഇൻഡിറ്റർമിനേറ്റ് ഫോം 0/0. 0/0 0 വെട്ടി ഒന്നും എഴുതി കൂടെ എന്ന് ചോദിച്ചോളരുത് കേട്ടോ, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾ. ഓക്കെ, 0/0 ഈസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. സിമിലർലി ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി മീൻസ് നമ്മൾ നോട്ട് ഡിഫൈൻഡ് എന്ന ആശയമാണ് കേട്ടോ. രണ്ട് ഒരേപോലത്തെ സാധനങ്ങൾ ക്യാൻസൽ ചെയ്തുകൂടെ എന്ന് ചോദിക്കും. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള രണ്ട് സാധനമേ ഡിഫൈൻ എന്നാണ്, ഫൈനൈറ്റ് ആയിട്ടുള്ള രണ്ട് സാധനം മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വിച്ച് ഈസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. സോ അനദർ വൺ, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി മീൻസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നോട്ട് ഡിഫൈൻഡ്. നിങ്ങൾ പറയും ഒരേപോലത്തെ രണ്ട് സംഗതികൾ കുറച്ചാൽ 0 അല്ലേ എന്ന്. ഒരേപോലത്തെ രണ്ട് സംഗതികളാകണം. ഇത് ഒരേപോലത്തെയാണോ? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻഫിനിറ്റി അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇൻഫിനിറ്റി. അപ്പോൾ രണ്ടും ഒന്നാണോ? അല്ല. അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ 0 കിട്ടുമോ? നെവർ. സോ ഇതൊക്കെ എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോംസിന് എക്സാമ്പിൾ ആണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0/0 ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഇങ്ങനത്തെ ഫോം വന്നാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നോ ഈ ഫംഗ്ഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഫാക്ടറൈസേഷനോ അല്ലെങ്കിൽ ചില സ്റ്റാൻഡേർഡ് റിസൾട്ടുകളൊക്കെ അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്താണ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഐഡിയ കിട്ടും. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 3x - 1. എക്സ് ടെൻഡിങ് ടു 2 ആകുമ്പോൾ 3x - 1ന്റെ വാല്യൂ എന്താണ്? ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, വേറെ ഒരു പ്രശ്നവുമില്ല. ജസ്റ്റ് എക്സിന് എ കൊടുത്താൽ മതി അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന് ഇവിടെ എന്താണ്? എ അല്ല 2 ആണ്. 2 കൊടുക്കുമ്പോൾ എന്തിട്ടും? 3 × 2 6 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. വെരി സിമ്പിൾ. അനദർ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് r ടെൻഡിങ് ടു 1 πr². എപ്പോഴും എക്സ് തന്നെ പറഞ്ഞൊന്നുമില്ല, വേരിയബിൾ ഒക്കെ മാറാം. r ടെൻഡിങ് ടു 1 എന്ന് പറഞ്ഞാൽ ഇവിടെ r-ന് 1 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? π × 1² 1. π × 1 എന്ത് തന്നെയാണ്? π. വെരി സിമ്പിൾ. അനദർ വൺ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -1 x⁻10 + x⁻5 + 1 / x - 1. ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്. എങ്കിലും പ്രശ്നമില്ല, എക്സിന് എന്ത് ചെയ്യുക? പോയിന്റ് കൊടുക്കുക. എക്സിന് -1 ഈക്വൽ ടു -1 റൈസ് ടു 10. -1 റൈസ് ടു ഈവൻ നമ്പർ വന്നാൽ +1.
നെക്സ്റ്റ് -1/5 എക്സിന് -1 ആണ് കൊടുക്കുന്നത് കേട്ടോ. -1/5 ഓഡ് നമ്പർ വന്നാൽ റൈസ് ടു എന്താണ് -1. സോ -1 എന്ന് കിട്ടും. അവസാനം ആരുണ്ട് +1. അത് അതുപോലെ എക്സിന് -1 വേറെ ഒന്നും ചിന്തിക്കണ്ട. ഡിവൈഡഡ് ബൈ താഴെ എക്സിന് -1 കൊടുത്താൽ -1 -2 ഈക്വൽ ടു ഇവിടെ 1 -1 പോയി ബാക്കി എന്താണ് 1/-2 ദാറ്റ് ഈസ് -1/2 എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അനദർ വൺ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 ax² plus bx plus c divided by cx² plus bx plus a which is equal to again another rational function x ന് 1 കൊടുക്കുക എന്ത് കിട്ടും ഇവിടെ a വരും പ്ലസ് x ന് 1 കൊടുത്താൽ 1 into b ലാസ്റ്റ് c അതുപോലെ ബൈ താഴെയും അതേപോലെ കൊടുത്താൽ c plus b plus a മേളിലെന്നാലേ ശരിയല്ലേ പെട്ടെന്ന് പറഞ്ഞു സിമ്പിൾ ആണ്. മേളിൽ a plus b plus c താഴെയും a plus b plus c ക്യാൻസൽ ചെയ്ത് പോയി which is equal to എന്താണ് 1. വേറെ താഴത്ത് ഒരിക്കലും 0 ആകാൻ പാടുന്ന കണ്ടീഷൻ ഉണ്ട്. അത് അവിടെ ഇരുന്നോട്ടെ വലിയ കാര്യമുള്ളതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 x² - 4 by x - 2. ഒരു റാഷണൽ ഫംഗ്ഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കുന്നു എക്സിന് ഈ പോയിന്റ് 2 കൊടുക്കുന്നു എന്ത് കിട്ടും 2² 4 - 4 മേളിൽ എന്ത് വന്നു 0 ബൈ താഴെ എക്സിന് 2 കൊടുത്താൽ 2 - 2 എന്ത് വന്നു 0 which is an indeterminate form. അങ്ങനെയാണെങ്കിൽ we have to simplify the function. ഇതിനെ എന്ത് സിംപ്ലിഫിക്കേഷൻ നടത്തും നിങ്ങൾക്കറിയാം. മേളിൽ 4 എന്ന് പറഞ്ഞാൽ 2² അല്ലേ a² - b² a plus b into a minus b എന്ന് എഴുതാം. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 ന്യൂമറേറ്റർ എങ്ങനെ എഴുതാം x plus 2 into x minus 2 ഡിവൈഡഡ് ബൈ താഴെയുള്ളത് അതുപോലെ x minus 2 ക്യാൻസൽ ചെയ്ത് പോയി which is equal to ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 ബാക്കി ഇനി എന്തുണ്ട് x plus 2 ഇനി x ന് 2 കൊടുക്കുക 2 plus 2 equal to എന്താണ് 4. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 x³ - 2x² by x² - 5x plus 6. അഗൈൻ എക്സിന് 2 കൊടുത്താൽ എന്ത് സംഭവിക്കും 2³ 8 മൈനസ് എക്സിന് 2 ആണ് 4 into 2 8 ഡിവൈഡഡ് ബൈ താഴെ 2 കൊടുക്കുമ്പോൾ 2² 4 plus 6 10 - 10 താഴെ 0 8 - 8 0 അല്ലേ 0/0 again indeterminate form. So again we have to simplify which is equal to limit extending to 2. എന്താണ് സിംപ്ലിഫിക്കേഷൻ മേളിൽ നോക്കുക x³ x². ഇതിലും x² ഉണ്ട് ഇതിലും x². രണ്ടിൽ നിന്നും x² കോമൺ ആയിട്ട് പുറത്തെടുത്തു എന്ത് കിട്ടി ഇവിടെ x² പോയാൽ x -2 ശരിയല്ലേ സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ. ഡിനോമിനേറ്റർ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ we have to factorize. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ -5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 നമ്പേഴ്സ് ഏവ ആഡ് ചെയ്യുമ്പോൾ -5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 നമ്പേഴ്സ് ഏവ -3 -2 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും -5 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും +6. സോ ഫാക്ടേഴ്സ് x - 3 into x - 2 x - 2 x - 2 ക്യാൻസൽ ചെയ്തു. ഇനി വാല്യൂ കൊടുക്കുക എന്ത് കിട്ടും x ന് 2 കൊടുത്താൽ 2² 4 ഡിവൈഡഡ് ബൈ x ന് 2 കൊടുത്താൽ 2 - 3 -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 എന്ന് ആൻസർ കിട്ടും ശരിയല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 x⁵5 - 32 by x - 2. എക്സിന് എന്ത് കൊടുക്കുക 2 കൊടുക്കുക അപ്പൊ മേളിൽ എന്ത് കിട്ടും 2⁵5 ദാറ്റ് ഈസ് 32 32 - 32 0 ബൈ താഴെ എന്താണ് 0 സോ 0/0 ഫോം. സോ വി ഹാവ് ടു സിംപ്ലിഫൈ ദിസ് ഫംഗ്ഷൻ. ഫാക്ടറൈസേഷൻ പറ്റുമോ a² - b² a³ - b³ ഇതൊക്കെ നമുക്കറിയാവൂ. x⁵5 ഒക്കെ വന്നാൽ അറിയാവോ അറിയത്തില്ല. എന്തെങ്കിലും കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുമോ ഒന്നും നടക്കുന്നില്ല. ഇതൊരു പ്രത്യേകം കാണാൻ ഒരു ഭംഗിയുള്ള ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ്. ഇത്തരം ഫംഗ്ഷൻസ് വന്നാൽ ദോ കിടക്കുന്നു ഫോർമുല എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a x⁻n - a⁻n by x - a. ഈ സാധനം താഴെ വന്നാൽ ആൻസർ n into പവർ into a⁻n - 1. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പഠിക്കണം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a x⁻n - a⁻n by x - a equal to എന്താണ് n into a⁻n - 1 where n is a positive integer or rational number. അങ്ങനെയാണെങ്കിൽ ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ പോരെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 x⁵5 മൈനസ് ഈ 32നെ ഈ 2വിന്റെ പവർ ആക്കി എഴുതണം. അത് കുറച്ച് മുമ്പേ പറഞ്ഞു 2⁵5 ആണ് 32 അപ്പൊ 32നെ അങ്ങനെ എഴുതാം ബൈ x - 2. സംഗതി ഓക്കെ ആയില്ലേ. ഈ x - 2 താഴെയും വന്നു 2 വന്നു എല്ലാം ഓക്കെ ആയി. ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്ന രീതിയിലായി. സോ വാട്ട് ഈസ് ദ ഫോർമുല n into പവർ into 5 into a എന്ന് പറഞ്ഞ ഇവിടെ എന്താണ് 2
അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് എക്സ് ടെൻഡിങ് ടു എ അല്ലേ 2n-1 n എന്താണ് 5 5 - 1 എന്താണ് 4. അപ്പോൾ എന്താണ് ഇത് ഏത് ഫോമിലാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ x⁻n - a/n/x - a that is equal to n into 5 into a⁻2 which is equal to simplify ചെയ്യുമ്പോൾ 5 into 2⁴ എന്ന് പറഞ്ഞാൽ 16 into 5 എന്ത് കിട്ടും 80 എന്ന് കിട്ടും. വെരി സിമ്പിൾ ശരിയല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫൈൻഡ് ലിമിറ്റ് x tending to 1 x⁻15 - 1 by x⁻10 - 1. വീണ്ടും നമ്മൾ എക്സിന് 1 കൊടുക്കുന്നു. 1⁻15 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 ഏത് പവർ വന്നാൽ ആൻസർ 1 1 - 1 0. അഗൈൻ സിമിലർലി ഡിനോമിനേറ്ററും 0. അഗൈൻ 0/0 ഫോം. ഫാക്ടറൈസേഷൻ നടക്കൂല. x⁻n - 1 ഏത് പവറിൽ വേണം എഴുതാം. സോ ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്കറിയാം എങ്കിലും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x⁻15 - 1 1⁻15 എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോ പ്രോബ്ലം. ബൈ x⁻10 - 1 1⁻10 എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. x⁻n - a⁻n ബൈ x - a വെറും x-1 ആണ് താഴെ വരേണ്ടത്. അതാണോ ഇവിടെ? അല്ല. അത് ഒപ്പിക്കാം. നോക്കിക്കോളൂ. is equal to limit extending to 1 x⁻15 - 1⁻15 by x-1 എന്ന് ഞാൻ എഴുതി. ഒരു കാര്യം താഴെ കൊടുത്താൽ, ഒരു സാധനം താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ. ഡിവൈഡഡ് ബൈ തീർന്നില്ല. ഞാൻ ഇത് എഴുതി, താഴെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ഇനി ഡിവൈഡഡ് ബൈ എന്തായിരിക്കുന്നത്? x⁻10 - 1⁻10 ബൈ അവിടെയും താഴെ ഒരു x-1. കാരണം ആ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ താഴെ എന്ത് വരണം? x-1. എന്താണ് ഇവിടെ x-1 കൊടുത്തു, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഇവിടെയും x-1 മൾട്ടിപ്ലൈ ചെയ്യണം. പറഞ്ഞത് പിടികിട്ടിയായിരുന്നോ? ആദ്യം x⁻15 - 1⁻15 എഴുതി ബൈ ഒരു x-1. എന്തിനാണ്? നമ്മുടെ ആ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ x-1 താഴെ വരണം. അതുകൊണ്ട് അത് കൊടുത്തു, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ മേളിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഡിവൈഡഡ് ബൈ ഈ സംഗതി എഴുതി. ബൈ അവിടെയും ആ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ താഴെ എന്ത് വരണം? x-1. താഴെയും കൊടുത്തു, മേളിലും കൊടുത്തു. ഈ ലിമിറ്റ് എന്നുള്ളത് കാണാൻ ഭംഗിക്ക് വേണ്ടി ഞാൻ സെന്റർ പിടിച്ചങ്ങ് എഴുതുന്നു. ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡിങ് ടു 1. ഈ ലിമിറ്റ് ന്യൂമറേറ്ററിൽ അപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററിൽ അപ്ലൈ ചെയ്യാം. ഇല്ല, ഇത് ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുക, ഇത് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുക. സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനു മുന്നേ ഈ x-1 ഈ x-1 ക്യാൻസൽ ചെയ്ത് കളയാം. ഈക്വൽ ടു ഇവിടെ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 ഇത് ഒറ്റ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. x⁻n - a⁻n ബൈ x-a. എന്താണ് ഫോർമുല? n ഇൻറ്റു പവർ ഇൻറ്റു 15 ഇൻറ്റു a⁻2 എന്ന് പറഞ്ഞാൽ 1 1 എന്ത് വന്നാൽ ആൻസർ 1 1/14 എന്ന് വരും. അത് എഴുതേണ്ട ആവശ്യമില്ല. ഡിവൈഡഡ് ബൈ ഈ ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുക. അഗൈൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a x⁻n - a⁻n ബൈ x-a. എന്താണ് ഫോർമുല? n ഇൻറ്റു പവർ ഹിയർ പവർ 10 ഇൻറ്റു a⁻2 എന്ന് പറഞ്ഞാൽ 1 1 എന്ത് വന്നാൽ ആൻസർ 1. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 15/10 ദാറ്റ് ഈസ് 3/2. ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എഴുതി പഠിക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 x+1⁻5 - 1 ബൈ x. ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യും? എക്സിന് 0 കൊടുക്കും. 0 + 1 1 1/5 1 1 - 1 0 താഴെയും 0 സോ വി ഹാവ് ടു സിംപ്ലിഫൈ. ഈ പ്രോബ്ലം രണ്ട് രീതി ചെയ്യാം. ഒന്ന്, നമ്മുടെ ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് ഇത് എക്സ്പാൻഡ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ ഫോർമുല, ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അത് വരണമെങ്കിൽ x⁻n - a⁻n ബൈ x-a എന്ന ഫോമിൽ വരണം. x⁻2 ഒരു സിംഗിൾ വേരിയബിൾ ⁻2, ഇവിടെ അതിന് പകരം x+1 വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. പുട്ട് x+1 = y എന്ന് കൊടുക്കുന്നു. എന്താണ്? ഈ ബ്രാക്കറ്റിനകത്തിരിക്കുന്ന സാധനത്തിന് y എന്ന് കൊടുത്തു. ഇതിനകത്ത് നിന്ന് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? y-1. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി ഇതിപ്പോൾ എക്സിലിരിക്കുന്നു, ഇതിനെ കംപ്ലീറ്റ് ഞാൻ എന്തിലോട്ട് കൺവെർട്ട് ചെയ്യുന്നു? വൈയിലോട്ട് കൺവെർട്ട് ചെയ്യുന്നു. സോ വി ഹാവ് ടു ചേഞ്ച് ലിമിറ്റ് ആൾസോ. എക്സ് 0 പോകുമ്പോൾ വൈയുടെ വാല്യൂ എങ്ങോട്ട് പോകും? ഇവിടെ അടുത്ത് കൊടുത്തു നോക്ക്. എക്സ് ടെൻഡിങ് ടു 0 ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് എന്ത് കൊടുക്കുക? 0. അപ്പോൾ y = 1. അതായത് y ടെൻഡിങ് ടു എന്തെന്ന് പറയാം? 1. എക്സ് 0 പോകുമ്പോൾ y ടെൻഡിങ് ടു എന്താണ്? 1. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നേരെ ഇവിടെ വരിക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 അല്ല എഴുതാനുള്ളത്. എന്താണ് എഴുതാനുള്ളത്? ലിമിറ്റ് ഞാൻ വൈയിലോട്ട് കൺവെർട്ട് ചെയ്യുന്നു. y ടെൻഡിങ് ടു 1.
എക്സ് പ്ലസ് വണ്ണിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക y റൈസ് ടു 5 മൈനസ് വേറെ വണ്ണിനെ ഞാൻ 1 റൈസ് ടു 5 എന്ന് എഴുതുന്നു ബൈ എക്സ്. എന്താണ് എക്സ്? എക്സ് ഈക്വൽ ടു y മൈനസ് 1. നോക്കൂ ആരെപ്പോലെ ഇരിക്കുന്നു, ഈ ഫോർമുല പോലെ ആയില്ലേ. എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. എക്സിന് വരെ y എന്നേ ഉള്ളൂ. ഫോർമുല എന്താണ്? n ഇൻറ്റു പവർ ഇൻറ്റു 5 ഇൻറ്റു എ റൈസ് ടു എ 1 റൈസ് ടു എന്ത് വന്നാൽ ആൻസർ 1, വേണമെങ്കിൽ 1 റൈസ് ടു 4 ദാറ്റ് ഈസ് 1. 5 ഇൻറ്റു 1 ആൻസർ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയൊക്കെ ഉണ്ട് കേട്ടോ. എക്സ് പ്ലസ് 1 ദ ഹോൾ റൈസ് ടു എൻ മൈനസ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എല്ലാം എപ്പോഴും n ആയിരിക്കും. എൻട്രൻസിലേക്ക് ചോദിച്ചാൽ എഴുതാം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സ് പ്ലസ് 1 ദ ഹോൾ റൈസ് ടു 10 മൈനസ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്തിനെ വരും? 10 തന്നെ വരും. അതൊരു ജനറൽ റിസൾട്ട് ആണ്, വെറുതെ പറഞ്ഞു എന്ന് മാത്രം, പ്രശ്നം ഉണ്ടാക്കണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 റൂട്ട് 1 പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ്. വീണ്ടും എക്സിന് 0 കൊടുക്കുക. റൂട്ട് 1 മൈനസ് 1 0 ബൈ 0. ഇവിടെ ഫാക്ടറൈസേഷൻ ഒരിക്കലും നടക്കത്തില്ല, കാരണം ഒരു റാഡിക്കൽ അവിടെ ഇരിക്കുകയാണ്. ഇവിടെയും ഇതേ പരിപാടി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഈ എക്സ് പ്ലസ് 1ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എഗൈൻ സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ, ഇത് തന്നെ. എക്സ് പ്ലസ് 1ന് y എന്ന് കൊടുക്കുക, എക്സ് ഈക്വൽ ടു y മൈനസ് 1 എന്ന് കിട്ടും. വീണ്ടും എക്സ് 0യിലേക്ക് പോകുമ്പോൾ y ടെൻഡിങ് ടു എന്താണ്? 1. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഈക്വൽ ടു ലിമിറ്റ്, ഞാൻ കംപ്ലീറ്റ് വൈയിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. സോ ലിമിറ്റ് ആൾസോ ചേഞ്ചിങ് ടു y ടെൻഡിങ് ടു എന്തെന്ന് പറഞ്ഞു? 1. ആ സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ എഴുതണം. ഓക്കെ, റൂട്ട് 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് 1 പ്ലസ് എക്സിന്റെ വാല്യൂ എന്താണ്? y മൈനസ് 1 ബൈ താഴെ എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? y മൈനസ് 1. എല്ലാം അവിടെ ഉണ്ട്. ഈക്വൽ ടു ലിമിറ്റ് y ടെൻഡിങ് ടു 1. റൂട്ട് y എന്ന് പറഞ്ഞാൽ y റൈസ് ടു 1/2 എന്ന് എഴുതാം. ശരിയല്ലേ? റൂട്ട് എക്സ് മീൻസ് എക്സ് റൈസ് ടു 1/2 മൈനസ് 1നെ 1 റൈസ് ടു 1/2 എന്ന് എഴുതി കൂടെ? റൂട്ട് 1 തന്നെയല്ലോ. ബൈ താഴെ എന്താണ്? y മൈനസ് 1 ഈക്വൽ ടു. കഴിഞ്ഞു. ഏത് ഫോർമുല? എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. എന്താണ് ആൻസർ? n ഇൻറ്റു 1/2 ഇൻറ്റു എ റൈസ് ടു എ എന്ന് പറഞ്ഞാൽ 1 റൈസ് ടു എന്ത് വന്നാൽ ആൻസർ 1. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. സോ ആൻസർ 1/2. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിമിറ്റ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വന്നാൽ എങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം? അത് ചെയ്യുന്നതിന് മുന്നേ 2 സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ അറിഞ്ഞിരിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വൺ, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു എന്താണ്? 1. എന്താണ്? സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 വെൻ എക്സ് ടെൻഡിങ് ടു 0. ഇവിടെ സൈൻ 3x ബൈ താഴെ 3x വന്നാൽ ആൻസർ എന്തായിരിക്കും? 1 വെൻ 3x ടെൻഡിങ് ടു 0. ആ റിസൾട്ട് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, കൺഫ്യൂഷൻ ആക്കണ്ട. സൈൻ ഇവിടെ എന്താണോ വരുന്ന ആംഗിൾ അത് അതേ സാധനം താഴെ വന്നാൽ ആൻസർ എന്തായിരിക്കും? 1 വെൻ എക്സ് ടെൻഡിങ് ടു 0. ആ ആംഗിൾ ടെൻഡിങ് ടു 0. സെയിം റിസൾട്ട് ഫോർ ടാൻ എക്സ് ആൾസോ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു എന്താണ്? 1. അത് മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എക്സ് ഇൻറ്റു സീക്ക് എക്സ്. എക്സിന് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. 0 ഇൻറ്റു സീക്ക് 0 0 ഇൻറ്റു സീക്ക് 0 ഈക്വൽ ടു. വെരി സിമ്പിൾ. സീക്ക് 0യുടെ വാല്യൂ അറിയാമെങ്കിൽ, സീക്ക് ആരുടെ റെസിപ്രോക്കലാണ്? കോസ്. അപ്പോൾ കോസിന്റെ വാല്യൂ കണ്ടിട്ട് റെസിപ്രോക്കൽ എടുത്താൽ മതി. കോസ് 0 1, 1ന്റെ റെസിപ്രോക്കൽ 1. സോ 0 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. വെരി സിമ്പിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് പൈ. എക്സിന് എന്ത് കൊടുക്കണം? 0. അപ്പൊ മേളിൽ കൊടുത്താൽ കോസ് 0 1 ബൈ താഴെ എക്സിന് എന്താ കൊടുക്കേണ്ടേ? 0 മൈനസ് പൈ ദാറ്റ് ഈസ് മൈനസ് പൈ. സോ 1 ബൈ മൈനസ് പൈ. വെരി സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എ എക്സ് ബൈ എക്സ്. എക്സിന് 0 കൊടുക്ക്, മേളിൽ കൊടുക്കുമ്പോൾ സൈൻ 0 ബൈ 0 എന്ത് കിട്ടി? 0 ബൈ 0 എന്ന് കിട്ടി. പ്രശ്നമായി. ഇങ്ങനെ 0 ബൈ 0 വരുമ്പോഴാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടത്? ഒന്നുകിൽ ട്രിഗണോമെട്രിക് ഫോർമുലാസ് ഏതെങ്കിലും അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഫോർമുലയിലേക്ക് എത്താൻ ശ്രമിക്കണം. Okay, so we have to find limit extending to 0 sin ax by x. എക്സിന് ഡയറക്റ്റ് 0 കൊടുത്തപ്പോൾ 0 ബൈ 0 വന്നു. അപ്പോൾ നമ്മൾ ആ ഫോർമുലയിലേക്ക് നോക്കുന്നു. എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ഇവിടെ വരുന്ന അതേ ആംഗിൾ താഴെ വരണം. ഇവിടെ എ എക്സ്, താഴെ എക്സേ ഉള്ളൂ. പ്രശ്നം കഴിഞ്ഞു. ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എ എക്സ് ബൈ താഴെ എന്തുണ്ടായിരുന്നു? എക്സ്. ഇത് അതുപോലെ എഴുതി. എനിക്ക് എന്താണ് ആവശ്യം? ഇവിടെ എ എക്സ്, താഴെ എ എക്സ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു എ കൊടുത്തു. വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി മേളിൽ ഒരു എ കൊടുത്താൽ പോരെ? പരിപാടി കഴിഞ്ഞു.
എക്സ് ടെൻഡിങ് ടു 0 ആണെങ്കിൽ എ എക്സും ടെൻഡിങ് ടു 0, അത് കൺഫ്യൂഷൻ ആക്കണ്ട. സോ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ദാറ്റ് ഈസ് 1 ഇൻറ്റു എ ദാറ്റ് ഈസ് ഈക്വൽ ടു എ. വളരെ സിമ്പിൾ അല്ലേ? ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എ എക്സ് പ്ലസ് എക്സ് കോസ് എക്സ് ബൈ ബി സൈൻ എക്സ്. ആസ് യൂഷ്വൽ എക്സിന് 0 കൊടുക്കുക, ഇത് 0 പ്ലസ് ഇവിടെ 0 വരുമ്പോൾ അത് 0, മേളിൽ 0 ബൈ താഴെ സൈൻ 0 0. ഇതേത് ഫോമാണ്? 0 ബൈ 0. സോ വി ഹാവ് ടു സിംപ്ലിഫൈ. ട്രിഗണോമെട്രിക് ഫോർമുല അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ആ റിസൾട്ടിലേക്ക് എത്തിക്കാം. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ട്രിഗണോമെട്രിക് ഫോർമുലയൊന്നും അപ്ലൈ ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ആ ഫോർമുലയുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും നടത്താൻ പറ്റുമോ നോക്കണം. എളുപ്പമാണ്, നോക്കിക്കോളൂ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എക്സ് പുറത്തെടുത്താൽ എന്ത് കിട്ടും? എ പ്ലസ് ഇതിൽ നിന്ന് എക്സ് പുറത്തെടുത്തേ കോസ് എക്സ് ബൈ ബി സൈൻ എക്സ്. ശരിയല്ലേ? കഴിഞ്ഞു. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 മേലുള്ളത് എ പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ താഴെ എന്താവുള്ളേ ബി സൈൻ എക്സ്. ഈ സൈൻ എക്സ് എഴുതി, ഈ താഴെ ഇരിക്കുന്ന ബി അത് ഞാൻ പുറത്തെടുക്കും. അപ്പൊ എന്ത് വരും? 1 ബൈ ബി. കാരണം കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ പുറത്തെടുക്കാമെന്ന് ആദ്യം പഠിപ്പിച്ചു. അപ്പൊ താഴെ ഒരു ബി ഉണ്ടായിരുന്നു, 1 ബൈ ബി, അത് പുറത്തെടുത്തു. ബാക്കി എന്താ? ഈ എ പ്ലസ് കോസ് എക്സ് എഴുതി, പിന്നെ ഈ സൈൻ എക്സ് എഴുതി. ഇനി മുകളിൽ ആരുണ്ട്? എക്സ്. ആ എക്സിനെ ഞാൻ ബൈ എക്സ് എന്ന് എഴുതുന്നു. സൈൻ എക്സ് ബൈ എക്സ് അല്ലേ? ഈ എക്സ് ആക്ച്വലി മേളിൽ പോകുന്നതിന് തുല്യമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ എക്സിനെ ഈ സൈൻ എക്സിന്റെ ഡിനോമിനേറ്ററിലായിട്ട് ഇവിടെ എഴുതി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ ബി. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് കോസ് 0 എക്സിന് 0 കോസ് 0 1 ഡിവൈഡഡ് ബൈ ഇത് ഒറ്റ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ദാറ്റ് ഈസ് 1 ബൈ 1. സോ ആൻസർ എന്ത് കിട്ടി? എ പ്ലസ് 1 ബൈ എന്താണ്? ബി. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 4x ബൈ സൈൻ 3x. അഗൈൻ എക്സിന് 0 കൊടുക്കുക, എന്ത് സംഭവിക്കും? എക്സിന് 0 കൊടുത്താൽ സൈൻ 0 0, അഗൈൻ താഴെയും സൈൻ 0 0, 0 ബൈ 0. എന്ത് ചെയ്യും? നമുക്കറിയാം സൈൻ എക്സ് ബൈ എക്സ് ആണെങ്കിൽ 1. അപ്പൊ ഇവിടെ 4x ബൈ താഴെ എന്ത് വരണം? 4x വരണം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 4x എഴുതി ബൈ എനിക്ക് എന്താണ് ആവശ്യം? 4x ഞാൻ കൊടുത്തു. വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി മേളിലും കൊടുത്തു 4x ഡിവൈഡഡ് ബൈ അതേപോലെ താഴെ എന്താണ്? സൈൻ 3x ഡിവൈഡഡ് ബൈ 3x കൊടുത്തു. വിലയ്ക്ക് വ്യത്യാസം വരിക്കാൻ വേണ്ടി മേളിൽ 3x. ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ എന്താ ഉള്ളത്? ഈ എക്സും ക്യാൻസൽ ചെയ്താൽ 4/3, അത് കോൺസ്റ്റന്റ് ഞാൻ പുറത്തെടുത്തു. 4/3 ശരിയല്ലേ? ഈ ഡിവൈഡഡ് ബൈ നീട്ടി കൊടുക്കാം. 4/3 കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുത്തു. ഇനി ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുക, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ആൻസർ 1. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ആൻസർ 1. അപ്പോൾ ഇതിന്റെ ആൻസർ 1 into 4/3 ദാറ്റ് ഈസ് 4/3. വെരി സിമ്പിൾ. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതേപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒറ്റയടിക്ക് ആൻസർ എഴുതാം. 1 വേർഡ് ആണെങ്കിലും പറ്റത്തു കേട്ടോ. 2 മാർക്കോ 3 മാർക്കാണെങ്കിൽ സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്യണം. ഈ ലിമിറ്റ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് പഠിക്കുക. ഇവിടെ ഞാൻ ഒറ്റയടിക്ക് എഴുതിയെന്ന് മാത്രം. ഓക്കെ, സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ്. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ നിങ്ങൾ പറയും എന്താണ്? ഇതായിരിക്കുന്നു. എന്താണ്? എ ബൈ ബി. അതല്ലേ ഇവിടെ കിട്ടിയത്? 4/3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിച്ചാൽ കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ്. അപ്പോൾ ആദ്യം വീണ്ടും എന്ത് ചെയ്യുക? എക്സിന് 0 കൊടുക്കുക. ഇവിടെ കൊടുക്കുമ്പോൾ കോസ് 0 1 1 മൈനസ് 1 0 ബൈ താഴെയും 0 ഫോം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. ആ ഫോർമുല സൈൻ എക്സ് ബൈ എക്സ്. അങ്ങനെയാണോ? ഇവിടെ സൈൻ എക്സ് ഇല്ല. അപ്പോൾ ട്രിഗണോമെട്രിക് ഫോർമുല എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് +1 തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ഹാഫ് ആംഗിൾ ഫോർമുല പഠിച്ചേ പറ്റൂ. 1 മൈനസ് കോസ് എക്സ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ താഴെയുള്ളത് അതുപോലെ. ന്യൂമറേറ്ററിൽ ഞാൻ എന്താണ്? സ്റ്റാൻഡേർഡ് ട്രിഗണോമെട്രിക് ഫോർമുല അപ്ലൈ ചെയ്തു. അടുത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ സ്ക്വയർ എക്സ് ബൈ 2വിനെ സൈൻ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് ബൈ 2 എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. ബൈ
ആദ്യത്തെ എക്സ് എഴുതി അല്ലേ, താഴെ എക്സ് അല്ലേ ഉള്ളൂ, ഈ മേളിലിരിക്കുന്ന 2നെ ബൈ 2 എന്ന് എഴുതി. അപ്പോൾ ഈ 2 മേളിൽ പോകുന്നതിന് തുല്യമല്ലേ, അപ്പോൾ ഈ 2നെ ബൈ 2 എന്ന് എഴുതി. ഇനി നമ്മൾ പഠിച്ച ഫോർമുല അപ്ലൈ ചെയ്താൽ ആൻസറിലേക്ക് എത്താം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ആണെങ്കിൽ 1. അപ്പോൾ എക്സ് ടെൻഡിങ് ടു 0 ആകുമ്പോൾ എക്സ് ബൈ 2 ടെൻഡിങ് ടു 0 ഒന്നും വിഷയമില്ല. അപ്പോൾ സൈൻ എക്സ് ബൈ എക്സ്, ഇതിന്റെ ആൻസർ എന്ത് കിട്ടി? 1 ഇൻറ്റു അടുത്ത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന റിസൾട്ട് അപ്ലൈ ചെയ്ത് 1 കിട്ടി. ലിമിറ്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാലോ. അടുത്ത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 ദിസ് 1. അപ്പോൾ ഇവിടെ എക്സിന് 0 കൊടുത്താൽ 0/2 0 സൈൻ 0 0 1 ഇൻറ്റു 0 എന്ത് കിട്ടി? 0. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുല കൂടെയാണ്, അത് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. എഴുതിക്കോളൂ. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എക്സ്. എക്സിന് പൈ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇവിടെ പൈ മൈനസ് പൈ 0 സൈൻ 0 ദാറ്റ് ഈസ് 0. താഴെ പൈ മൈനസ് പൈ 0 0/0. സോ വീണ്ടും ഒന്നുകിൽ ട്രിഗണോമെട്രി ഫോർമുല, ഇവിടെ പ്രത്യേകിച്ച് ട്രിഗണോമെട്രി ഫോർമുല അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. സൈൻ 180 മൈനസ് എക്സ് സൈൻ എക്സ് എന്നൊക്കെ നമുക്ക് അറിയാം, പക്ഷെ അതൊന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ആ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സ് ടെൻഡിങ് ടു എന്ത് വരണം? 0 തന്നെ വരണം. ഇവിടെ അങ്ങനെയാണോ? അല്ല. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സ്പെഷ്യൽ കേസ് ഓർമ്മിക്കുക. ഇവിടെ ഞാൻ കൊടുക്കുന്ന ഈ ബ്രാക്കറ്റിനകത്തിരിക്കുന്ന സാധനം നമുക്ക് സൈൻ എക്സ് ബൈ എക്സ് എന്നല്ലേ വരണ്ടേ? സോ പൈ മൈനസ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിനകത്ത് നിന്ന് പ്ലസ് പൈ, ഈ വൈ ഇപ്പുറത്തൊരു മൈനസ് വൈ ഈക്വൽ ടു എന്ത് കിട്ടി? എക്സ്. ഞാൻ കംപ്ലീറ്റ് ഈ ഫംഗ്ഷനെ വൈയിലോട്ട് മാറ്റുന്നു. അപ്പോൾ ലിമിറ്റ് മാറ്റണം. എക്സ് ടെൻഡിങ് ടു, എക്സ് ഇവിടെ എന്താണ്? ടെൻഡിങ് ടു പൈ. അപ്പോൾ y ടെൻഡിങ് ടു എന്താണ്? എക്സിന് പൈ ഇവിടെ കൊടുക്കുക, പൈ മൈനസ് പൈ 0. സോ y ടെൻഡിങ് ടു 0. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻഡിങ് ടു 0 അല്ലേ, പുതിയ ലിമിറ്റ് കൊടുക്കണം. സൈൻ പൈ മൈനസ് എക്സിന്റെ പ്ലേസിൽ y ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എക്സിന്റെ പ്ലേസിൽ y ഈക്വൽ ടു ഈ 1/π കോൺസ്റ്റന്റ് മാറ്റുക, പുറത്തെടുക്കുക അല്ലേ. y ടെൻഡിങ് ടു 0 ആണ്, y പ്രാധാന്യമുള്ളൂ. അപ്പോൾ കോൺസ്റ്റന്റ് പുറത്തെടുക്കാം, 1/π പുറത്തെടുത്തു. ബാക്കി എന്തുണ്ട്? ലിമിറ്റ് y ടെൻഡിങ് ടു 0 സൈൻ y ബൈ y, എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1. അപ്പോൾ സൈൻ y ബൈ y എന്താണ്? 1. സോ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് തന്നെയാണ്? 1/π. ഒന്ന് നോക്കുക, എഴുതി പഠിക്കുക, ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് 3 വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, 3 ഇൻറ്റു എക്സ് പ്ലസ് 1 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. പീസ്വൈസ് ഫംഗ്ഷൻ. എക്സിന്റെ വാല്യൂ 0യോ അതിനേക്കാളും ചെറുത് വന്നാൽ എഫ് ഓഫ് എക്സ് എന്താണ്? 2x പ്ലസ് 3. എക്സിന്റെ വാല്യൂ 0യേക്കാളും വലുത്, എക്സിന്റെ വാല്യൂ 1 2 3 ഒക്കെ വന്നാൽ എന്താണ് എഫ് ഓഫ് എക്സ് കൊടുക്കേണ്ടത്? 3 ഇൻറ്റു എക്സ് പ്ലസ് 1. വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ്. രണ്ടും കാണണം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ്. എക്സ് 1ലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് 1ലേക്ക് പോകുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ 0യേക്കാളും വലുതല്ലേ? എക്സ് 1ലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ 0യേക്കാളും വലുതെന്നാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? 3 ഇൻറ്റു എക്സ് പ്ലസ് 1. വെരി സിമ്പിൾ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1, എക്സ് 1ലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? 0യേക്കാളും വലുതല്ലേ? അപ്പോൾ എന്താണ്? 3 ഇൻറ്റു എക്സ് പ്ലസ് 1. പോളിനോമിയൽ ഫംഗ്ഷൻ വെറുതെ എക്സിന് എന്ത് ചെയ്യുക? 1 കൊടുക്കുക. 1 + 1 2, 2 ഇൻറ്റു 3 എന്ത് കിട്ടി? 6. ഫസ്റ്റ് പാർട്ട് ഈസ് ക്ലിയർ. Next we have to find limit extending to 0 f of x. x 0യിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 അറിയാം. എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് 0യിലേക്ക് പോകുമ്പോൾ പ്രശ്നമായി. എക്സ് 0യിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഇതാണ് 0 എങ്കിൽ ലെസ് ദാൻ 0യും ആകാം ഗ്രേറ്റർ ദാൻ 0യും ആകാം. ലെസ് ദാൻ 0 വരുമ്പോൾ ഇവൻ, ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഇവൻ. രണ്ട് സ്വഭാവം കാണിക്കുന്നു. ഇങ്ങനത്തെ കേസിലാണ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റിൻ്റെയും പ്രാധാന്യം. ഇങ്ങനത്തെ കേസിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ട് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതാണ് ലിമിറ്റ്. അപ്പോൾ എപ്പോഴാണ് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഒക്കെ കാണേണ്ടത് മനസ്സിലായി കാണും അല്ലേ? ഈ പ്രശ്നം വരുമ്പോഴാണ് അല്ലേ എക്സ് ടെൻഡിങ് ടു 0 ആകുമ്പോൾ രണ്ട് സാധ്യതകൾ വരുന്നു, രണ്ട് ഫംഗ്ഷൻ വരുന്നു. ലെസ് ദാൻ ആകുമ്പോൾ ഈ ഫംഗ്ഷനും ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ ഈ ഫംഗ്ഷൻ. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും കാണണം. പറഞ്ഞ പിടി കിട്ടിയായിരുന്നു. +2 നമുക്ക് ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു, ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ
ലെഫ്റ്റിൽ വരുന്ന വാല്യൂ ലെസ് ദാൻ 0, ലെഫ്റ്റ് ലിമിറ്റ് ഈ പോയിന്റ് അല്ലേ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ലെഫ്റ്റിൽ വരുന്ന പോയിന്റ്. അപ്പൊ ലെസ് ദാൻ 0 വരുന്ന ഫംഗ്ഷൻ കൊടുക്കുക. ലെസ് ദാൻ 0 വരുന്ന ഫംഗ്ഷൻ എന്താണ്? 2x + 3. അപ്പോൾ എക്സിന് എന്ത് കൊടുത്താൽ മതി? 0. പിന്നെ ആ ഇത് ലെഫ്റ്റ് ലിമിറ്റ് നൊട്ടേഷൻ ആണ്, അപ്ലൈ ചെയ്യുമ്പോൾ 0 കൊടുത്താൽ മതി. ഈക്വൽ ടു എന്ത് കിട്ടും? വെരി സിമ്പിൾ, എക്സിന് 0 കൊടുക്കുക. 0 + 3 എന്ത് കിട്ടി? 3. ലെഫ്റ്റ് ലിമിറ്റ് കിട്ടി. Next we have to find right limit. Limit extending to 0 plus f of x equal to limit extending to 0. Right limit എന്ന് പറഞ്ഞാൽ 0യുടെ റൈറ്റ് സൈഡിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ 0യേക്കാളും വലുത് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷൻ 3 × x + 1. എക്സിന് ഞാൻ എന്ത് കൊടുക്കുന്നു? 0 കൊടുക്കുന്നു. 0 കൊടുത്താൽ 0 + 1 1 1 × 3 3. ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും ഈക്വൽ. Therefore LIM limit extending to 0 f of x എന്ന് പറഞ്ഞാൽ ആ കിട്ടിയ വാല്യൂ that is 3. ഇത് 3, ഇത് 5 കിട്ടിയിരുന്നെങ്കിൽ എന്താണ്? ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, therefore ലിമിറ്റ് ഡസൻ എക്സിസ്റ്റ് എന്ന് എഴുതണമായിരുന്നു. ഹിയർ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ, therefore which is the limit of f of x at x equal to 0. Okay, next question. f of x equal to x² - 1 when x less than or equal to 1 minus x² - 1 when x greater than 1. Find limit extending to 1 f of x. x tending to 1 ആകുമ്പോൾ f of x ന്റെ വാല്യൂ ഈ 1 എന്ന് പറയുന്ന പോയിന്റിലാണ് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നത്, ബ്രേക്ക് ആകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും കാണണമെന്ന് ആദ്യമേ മനസ്സിലാക്കുക. അതാണ് ഏറ്റവും എളുപ്പവഴി കേട്ടോ. നമുക്ക് ഈ പോയിന്റിലാണ് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആകുന്നത്, ആ പോയിന്റിൽ ലിമിറ്റ് കാണാൻ പറഞ്ഞാൽ തീർച്ചയായും ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും കാണണം. അങ്ങനെയും ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നാൽ എളുപ്പമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ലെഫ്റ്റ് ലിമിറ്റ് x tending to 1 minus f of x equal to limit x tending to 1. എക്സ് ഒന്നിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എപ്പോൾ? ലെഫ്റ്റ് ലിമിറ്റ് എക്സ് ഒന്നിനേക്കാളും ചെറുതാകുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് അങ്ങനെയല്ലേ? ലെസ് ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ x² - 1. എക്സിന് 1 കൊടുക്കുക, 1 - 1 എന്ത് കിട്ടി? 0. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് റൈറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് equal to limit extending to 1. റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1ന്റെ റൈറ്റ് സൈഡ്, അപ്പൊ 1നേക്കാളും വലുത് x greater than 1 വരുമ്പോൾ -x² - 1 equal to എക്സിന് 1 കൊടുത്താൽ എന്ത് സംഭവിക്കും? പല കുട്ടികളും തെറ്റിക്കുന്നതാണ്. -1² that is 1. അടുത്ത ഈ -1 എന്ത് കിട്ടി? -1 -2. ലെഫ്റ്റ് ലിമിറ്റ് 0, റൈറ്റ് ലിമിറ്റ് -1 -2 രണ്ടും ഈക്വൽ ആണോ? അല്ല. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് നിർബന്ധമായിട്ട് എടുത്തെഴുതണം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല. therefore what is the conclusion? limit doesn't exist. എന്തില്ല? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല, which is the conclusion. Next question. Find limit extending to 0 f of x where f of x equal to mod x by x when x not equal to 0 when x equal to 0. ഇത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ പരിചയമുണ്ടായിരിക്കണം. ദിസ് ഫംഗ്ഷൻ ഈസ് കോൾഡ് സിഗ്നം ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്താൽ എന്ത് കിട്ടും? mod x by x ഒന്നുകിൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ കാണാൻ പഠിക്കുക. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, -1 when x less than 0, അടുത്ത 0 when x equal to 0 അതിവിടെ തന്നിട്ടുണ്ട്, then +1 when x greater than 0. ഇത് കിട്ടുന്ന വേറെ വിഷയമൊന്നുമില്ല. അതായത് x ലെസ് ദാൻ 0 വരുമ്പോൾ mod x-ന്റെ വാല്യൂ എന്താണ്? -x by x അതാണ് -1. എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ mod x-ന്റെ വാല്യൂ എന്തിനാണ്? +x. എക്സ് ബൈ എക്സ് എന്താണ്? 1. ആ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഒന്നുകിൽ മനസ്സിലാക്കി പഠിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എഴുതുക. സോ വിച്ച് ഈസ് എഫ് ഓഫ് എക്സ്. വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ്. 0യിൽ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ വി ഹാവ് ടു ഫൈൻഡ് ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് ലെഫ്റ്റ് ലിമിറ്റ് 0യുടെ ലെഫ്റ്റിൽ വരുന്നത് എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ -1. കോൺസ്റ്റന്റ് ആണെങ്കിൽ കോൺസ്റ്റന്റ് തന്നെയാണ് ഏത് ലിമിറ്റിംഗ് വാല്യൂലും ആൻസർ. Then we have to find limit extending to 0 plus f of x. Right limit extending to 0. റൈറ്റ് ലിമിറ്റ് 0യേക്കാളും വലുത്, ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ 1. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് തന്നെ കഴിഞ്ഞില്ലേ. ലെഫ്റ്റ് ലിമിറ്റ് -1, റൈറ്റ് ലിമിറ്റ് +1. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, therefore limit doesn't exist.
ശരിയല്ലേ? സിഗ്നം ഫംഗ്ഷത്തിന്റെ ഗ്രാഫ് ഓർമ്മ വന്നാൽ മനസ്സിലാവും ആ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്, എക്സ് ലെസ് ദാൻ 1, 4 when x equal to 1, b minus ax when x greater than 1, and if limit extending to 1 f of x equal to f of 1, then find values of a and b. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 1ഉം ഈക്വൽ ആകണമെങ്കിൽ വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി? എക്കും ബിക്കും ഏത് വാല്യൂ കൊടുക്കണം? അതാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് എഫ് ഓഫ് 1 എഴുതാം. അത് വളരെ സിമ്പിൾ അല്ലേ? അതായത് ഡയറക്റ്റ് ആയിട്ട് എക്സിന് 1 കൊടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? 4 കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് ഉണ്ട് എന്ന് തന്നിട്ടുണ്ട്. അത് 4ന് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ എന്നാണ്. അപ്പോൾ അതിനു വേണ്ടി ലെഫ്റ്റ് ലിമിറ്റ് ഞാൻ ആദ്യം കാണുന്നു. കാരണം 1 എന്ന് പറയുന്ന പോയിന്റിൽ ബ്രേക്ക് ചെയ്യുന്നു, അതാണ് റീസൺ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് 1ന്റെ ഇപ്പുറത്ത് വരുന്നത് ലെഫ്റ്റിൽ വരുന്നത്. അപ്പോൾ ലെസ് ദാൻ വരുമ്പോൾ ഫംഗ്ഷൻ എ പ്ലസ് ബി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? എ പ്ലസ് ബി. എക്സിന് 1 അല്ലേ കൊടുക്കേണ്ടേ? കഴിഞ്ഞു. നെക്സ്റ്റ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് കാണണം. ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1, റൈറ്റ് ലിമിറ്റ് 1നേക്കാളും വലുത്, ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ വരുമ്പോൾ എന്താണ്? ബി മൈനസ് എ എക്സ് ഈക്വൽ ടു എക്സിന് 1 കൊടുത്താൽ എന്ത് കിട്ടും? ബി മൈനസ് എ. അടുത്താണ് കളി. എന്താണ് ചിന്ത? ഒരു ചിന്ത ഉണ്ടാകണം. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. ലിമിറ്റ് ഉണ്ട്, അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും ഈക്വൽ. അത് എന്തിന് ഈക്വൽ ആണ്? എഫ് ഓഫ് 1നും. ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് 1. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആകുന്ന സാധനം. അതായത് ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് 1 ആകും, റൈറ്റ് ലിമിറ്റും ഈക്വൽ ടു എഫ് ഓഫ് 1 ആകും. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് എഴുതാം, 4. സിമിലർലി ബി മൈനസ് എ ഈക്വൽ ടു 4 എന്ന് എഴുതാം. സിമ്പിൾ ആയില്ലേ? ആഡിങ് ദീസ് 2 ഇക്വേഷൻസ് എന്ത് കിട്ടും? എയും മൈനസ് എ ക്യാൻസൽ ചെയ്തു, ബിയും ബി ആഡ് ചെയ്താൽ 2b, 4ഉം 4ഉം 8, ബി ഈക്വൽ ടു എന്താണ്? 8/2 ദാറ്റ് ഈസ് 4. ഈ വാല്യൂ എടുത്ത് ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്താൽ എന്തിന്റെ വാല്യൂ കിട്ടും? എയുടെ വാല്യൂ കിട്ടും. ബി ഈക്വൽ ടു 4 അല്ലേ? ബി ഈക്വൽ ടു 4 ഇവിടെ കൊടുക്കുക, 4. അപ്പോൾ 4 മൈനസ് 4, എ ഈക്വൽ ടു എന്താണ്? 0. സോ എ ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു 4. അപ്പോൾ ഐഡിയ പിടികിട്ടായിരുന്നു. ലിമിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ, അതാണ് ലിമിറ്റിംഗ് വാല്യൂ. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് 1, റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് 1. ആ ഐഡിയ യൂസ് ചെയ്താണ് ഈക്വേഷൻസ് ഉണ്ടാക്കിയത്. പിന്നെ സോൾവ് ചെയ്യുമ്പോൾ വാല്യൂസ് കിട്ടി. കഴിഞ്ഞു. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലിമിറ്റ് എന്ന ആശയവും ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ചില പ്രോബ്ലംസുമാണ് നമ്മൾ ചെയ്തത്. തീർച്ചയായും മനസ്സിലാക്കി പഠിക്കൂ, ചെയ്തു പഠിക്കൂ. അടുത്ത വർഷവും നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ പഠിക്കേണ്ട ഒരു പോർഷനാണ് ലിമിറ്റ്. അടുത്ത ക്ലാസ്സിൽ ഡെറിവേറ്റീവ് എന്ന ആശയവുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.